Hello dear friends, today we are going to discuss some special diseases and their diet. സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഒരു മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസീസസ് ആൻഡ് ഡയറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ പഠിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു മാർക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അക്യൂട്ട് റിനൽ ഡിസീസ്, പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ്, ഹൈ കലോറി, ഫ്ലൂയിഡ് കൺട്രോൾഡ്, sodium and potassium controlled diet. So that is acute renal disease. Protein restriction ആണ് acute renal diseaseൽ protein restricted diet ആണ്, high calorie diet ആണ്. അതുപോലെ ഫ്ലൂയിഡ് കൺട്രോൾ ആണ്. സാധാരണ പേഷ്യൻ്റ് എഡിമ ഉണ്ടാകും, അപ്പോൾ സോഡിയം പൊട്ടാസ്യം ഒക്കെ കൺട്രോൾ ചെയ്യുക, ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യുക, പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ ചെയ്യുക. എഡിസൺ ഡിസീസിൽ ഇൻക്രീസ്ഡ് സോഡിയം, ലോ പൊട്ടാസ്യം ഡയറ്റ്, ഇൻക്രീസ്ഡ് സോഡിയം. അപ്പോൾ സോഡിയം എന്ന് പറയുമ്പം കുറച്ച് രീതിയിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം. പൊട്ടാസ്യം കണ്ടന്റ് അധികമായിട്ടുള്ള ആപ്പിള്, ബനാന അതൊന്നും അധികം കൊടുക്കരുത്. സാധാരണ സോഡിയം റിച്ച് ഫുഡായിട്ടുള്ള ഫ്രൂട്ട്സ്, ഗ്രേപ്പ് അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം. ബനാന കുറച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ആപ്പിൾ കണ്ടന്റ് ഉള്ള ഫുഡ് അധികം കൊടുക്കരുത്. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആൻഡ് ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ. ഹൈ കലോറി ആൻഡ് പ്രൊവൈഡ് ഫിംഗർ ഫുഡ്സ്. സാധാരണ ബൈപ്പോളർ ഉള്ള പേഷ്യൻസിന് ഹൈ കലോറി ഫുഡ് കൊടുക്കും. സാധാരണ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം പോലും ഉണ്ടാവില്ല, അവർ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അവർക്ക് ഫിംഗർ ഫുഡ്സ് കൊടുക്കാം. സാധാരണ കയ്യിൽ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന ബനാന, അതുപോലെ പപ്സ് പോലെയുള്ള എന്തെങ്കിലും കട്ട്ലറ്റ് പോലെയുള്ള ചെറിയ ഭക്ഷണങ്ങൾ, ധാരാളം കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കലോറി കണ്ടന്റ് ധാരാളമുള്ള ഭക്ഷണം കൊടുക്കാം. കയ്യിൽ പിടിച്ച് കഴിക്കുന്ന രീതിയിലുള്ളതാണ് ഫിംഗർ ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ADHD ആൻഡ് ബൈപ്പോളർ, ഹൈ കലോറി ആൻഡ് പ്രൊവൈഡ് ഫിംഗർ ഫുഡ്സ്. ഇത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ, എയിംസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എയിംസ് ഡൽഹിയിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് സ്ലൈഡ്. ബേൺസിൽ ഹൈ പ്രോട്ടീൻ, ഹൈ കലോറി, ഇൻക്രീസ് ഇൻ വിറ്റാമിൻ സി. ഹൈ പ്രോട്ടീൻ സാധാരണ ബേൺസിൽ നമുക്ക് വൂണ്ട് ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് പ്രോട്ടീൻ ഡയറ്റ് വേണ്ടി വരും. ഹൈ കലോറി, അതുപോലെ വിറ്റാമിൻ സി നമുക്കറിയാം വൂണ്ട് ഹീലിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. അതർ നെയിം അസ്കോർബിക് ആസിഡ്. സാധാരണ ബേൺസിന് വിറ്റാമിൻ സി ഹൈ ഫുഡ് കൊടുക്കണം. ക്യാൻസർ, ഹൈ കലോറി ഹൈ പ്രോട്ടീൻ. ക്യാൻസറിന് ഹൈ കലോറി ഹൈ പ്രോട്ടീൻ. സീലിയാക് ഡിസീസ്, ഗ്ലൂട്ടീൻ ഫ്രീ ഡയറ്റ്. പല ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട് ഗ്ലൂട്ടീൻ ഫ്രീ ഡയറ്റ് കൊടുക്കുന്നത് സീലിയാക് ഡിസീസ് ആണ്, നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കാം. നോ ബ്രോ നോർത്ത് വെച്ചാൽ BROW, ബാർലി, റൈ, ഓട്ട് ആൻഡ് വീറ്റ്. ബാർലി, റൈ, ഓട്ട് ആൻഡ് വീറ്റ്. സാധാരണ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് സീലിയാക് ഡിസീസിൽ കഴിക്കാൻ പറ്റാത്ത ഫുഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം ബാർലി, റൈ, ഓട്ട് ആൻഡ് വീറ്റ്. ഗ്ലൂട്ടീൻ ഫ്രീ ഡയറ്റ്, സീലിയാക് ഡിസീസ്. ക്രോണിക് റീനൽ ഡിസീസ്, പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ്, ലോ സോഡിയം, ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റഡ്, പൊട്ടാസ്യം റെസ്ട്രിക്റ്റഡ്, ഫോസ്ഫറസ് റെസ്ട്രിക്റ്റഡ്. ക്രോണിക് റീനൽ ഡിസീസ് നേരത്തെ അക്യൂട്ട് റീനൽ ഡിസീസ് പറഞ്ഞ പോലെ തന്നെ ഫ്ലൂയിഡ് കൺട്രോൾഡ്, സോഡിയം ആൻഡ് പൊട്ടാസ്യം കൺട്രോൾഡ്. അതുപോലെ തന്നെ നിങ്ങൾ ക്രോണിക് റിനൽ ഡിസീസും പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ്, ലോ സോഡിയം, ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റഡ്, പൊട്ടാസ്യം റെസ്ട്രിക്റ്റഡ്, ഫോസ്ഫറസ് റെസ്ട്രിക്റ്റഡ്. ദാറ്റ് ഈസ് ക്രോണിക് റിനൽ ഡിസീസ്. ദെൻ സിറോസിസ്, സ്റ്റേബിൾ സിറോസിസ് ആണെങ്കിൽ നോർമൽ പ്രോട്ടീൻ കൊടുക്കാം. നോർമൽ ഫുഡൊക്കെ കൊടുക്കാവുന്നതാണ് സിറോസിസ് സ്റ്റേബിൾ ആണെങ്കിൽ. സിറോസിസ് വിത്ത് ഹെപ്പറ്റിക് ഇൻസഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യുക, ഫ്ലൂയിഡ് ആൻഡ് സോഡിയം റെസ്ട്രിക്ഷൻ ചെയ്യണം. സാധാരണ സിറോസിൽ നിങ്ങൾക്കറിയാം എഡിമ ഉണ്ടാകും. അപ്പോൾ ഫ്ലൂയിഡും സോഡിയവും പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് സിറോസിസ് വിത്ത് ഹെപ്പറ്റിക് ഇൻസഫിഷ്യൻസി ഉണ്ടെങ്കിൽ. കോൺസ്റ്റിപ്പേഷൻ, ഹൈ ഫൈബർ, ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ്സ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കാം. കോൺസ്റ്റിപ്പേഷൻ, ഹൈ ഫൈബർ, ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ്സ്. ഹൈ ഫൈബർ ഡയറ്റ് ആണ് കോൺസ്റ്റിപ്പേഷൻ. സാധാരണ മുരിങ്ങ, ചീര അതുപോലുള്ള ഇലക്കറികളൊക്കെ കൊടുക്കാം. ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. COPD കണ്ടീഷനിൽ സോഫ്റ്റ്, ഹൈ കലോറി, ലോ കാർബോഹൈഡ്രേറ്റ്, ഹൈ ഫാറ്റ്, സ്മോൾ ഫ്രീക്വന്റ് ഫീഡിങ്സ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്, ലങ് ആസ്മ പോലെയുള്ള കണ്ടീഷനാണ്. ബ്രോങ്കിയറ്റാസിസ് ഒക്കെ ഉള്ള സോഫ്റ്റ് ഹൈ കലോറി ഫുഡ്, നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാം. അതുപോലെ കഞ്ഞി കൊടുക്കാം. ഹൈ ഫാറ്റ് ഉള്ള ഫുഡ് കൊടുക്കണം. ആൻഡ് സ്മോൾ ഫ്രീക്വന്റ് ഫീഡിങ്സ്. ചിലപ്പോൾ ചോദിക്കാം ഹൈ ഫാറ്റ് ഡയറ്റ് കൊടുക്കുന്ന കണ്ടീഷൻ ഏതാണെന്ന് വെച്ചാൽ COPD ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇൻക്രീസ് ഇൻ ഫ്ലൂയിഡ്സ്. സിസ്റ്റിക് ഫൈബ്രോസിസിൽ ഇൻക്രീസ് ഇൻ ഫ്ലൂയിഡ്സ്. അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിൽ നമുക്ക് ആ ലങ്സിലൊക്കെ വല്ലാണ്ട് ഇങ്ങനെ
ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പം ഫ്ലൂയിഡ്സ് ധാരാളം കൊടുക്കുകയാണെങ്കിൽ ആ മ്യൂക്കസ് അലിഞ്ഞു പോകുമെന്നാണ്. അപ്പം സിസ്റ്റിക് ഫൈബ്രോസിൽ ഫ്ലൂയിഡ്സിന്റെ ലെവൽ കൂട്ടി കൊടുക്കണം. ഡയറിയയിൽ ലിക്വിഡ്, ധാരാളം ലിക്വിഡ് കൊടുക്കണം. ഡയറിയ ലോ ഫൈബർ ആയിരിക്കണം, കാരണം ഓൾറെഡി ഡയറിയ ആണ്. അപ്പം ഇൻഡസ്ട്രിയൽ ആ ഒരു ഫ്രീക്വൻസി ഓഫ് ഡയറിയ കുറയ്ക്കാൻ വേണ്ടി ലോ ഫൈബർ ഡയറ്റ് ആണ് കൊടുക്കേണ്ടത്. ലോ ഫൈബർ ഡയറ്റ്, ഹൈ ഫൈബർ ഡയറ്റ് കോൺസ്റ്റിപ്പേഷൻ, ലോ ഫൈബർ ഡയറ്റ് ഡയറിയ. ഓർക്കാൻ എളുപ്പമുണ്ട്. റെഗുലർ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ് ഡയറിയ. ഗോൾ ബ്ലാഡർ ഡിസീസസ്, ലോ ഫാറ്റ് കലോറി റെസ്ട്രിക്റ്റഡ് റെഗുലർ ഡയറ്റ്. അപ്പൊ ലോ ഫാറ്റ് ഡയറ്റ് എന്തുകൊണ്ടാണ് ഗോൾ ബ്ലാഡർ ഡിസീസിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലെ ബൈലാണ്. ആ ഗോൾ ബ്ലാഡറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബൈല്. ഈ ബൈലാണ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ബൈല് സാധാരണ ഗോൾ ബ്ലാഡർ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ബൈല് മര്യാദയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ഫാറ്റ് കുറച്ച് കൊടുക്കുന്നത്. കലോറി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, റെഗുലർ ഡയറ്റ് ആണ്. ഗ്യാസ്ട്രൈറ്റിസ്, ലോ ഫൈബർ ബ്ലാൻഡ് ഡയറ്റ്. ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ പെപ്റ്റിക് അൾസറിന് കൊടുക്കുന്ന ഡയറ്റാണ് ബ്ലാൻഡ് ഡയറ്റ്. അതായത് സ്പൈസി ഒക്കെ കുറച്ച്, വളരെ സ്പൈസി കുറഞ്ഞ്, ഉപ്പും മുളകും അങ്ങനെയുള്ള സ്പൈസി കണ്ടൻസ് ഒക്കെ കുറഞ്ഞ ഡയറ്റാണ്. സാധാരണ ഒരു സർജറിക്ക് ശേഷം, ഒരു മേജർ സർജറി, ഒരു മൈനർ സർജറി, ഒരു പനി വന്നാലും അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് ബ്ലാൻഡ് ഡയറ്റ്. പെപ്റ്റിക് അൾസറിന്റെ ഡയറ്റാണ് ഗ്യാസ്ട്രൈറ്റിസിനും ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഹെപ്പറ്റൈറ്റിസ്, റെഗുലർ ഹൈ കലോറി ഹൈ പ്രോട്ടീൻ. ഹെപ്പറ്റൈറ്റിസ് റെഗുലർ ഹൈ കലോറി ഹൈ പ്രോട്ടീൻ. ഹൈപ്പർ ലിപ്പിഡീമിയാസ്, ഫാറ്റ് കൺട്രോൾഡ് കലോറി റെസ്ട്രിക്റ്റഡ്. ഇപ്പൊ ലിപ്പിഡീമിയാസ്, ഹൈപ്പർ ലിപ്പിഡീമിയാസ് നിങ്ങൾക്ക് അറിയാം, ഫാറ്റ് കൺട്രോൾ ഡയറ്റ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. കലോറി റെസ്ട്രിക്ട് ചെയ്യണം, കലോറി മാക്സിമം ബേൺ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ കലോറി ഇൻടേക്ക് കുറയ്ക്കണം, മാക്സിമം എക്സസൈസ് ഒക്കെ ചെയ്യണം. ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, CAD, ഇത് മൂന്നിനും കൂടെ, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, ക്രോണിക് കൊറോണറി ആർട്ടറി ഡിസീസ്, ലോ സോഡിയം, കലോറി റെസ്ട്രിക്റ്റഡ്, ഫാറ്റ് കൺട്രോൾഡ്. അപ്പൊ ലോ സോഡിയം ആണ് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയറിനൊക്കെ. ലോ സോഡിയം, കലോറി റെസ്ട്രിക്റ്റഡ് ആൻഡ് ഫാറ്റ് കൺട്രോൾഡ്. ഇപ്പൊ സാധാരണ നമ്മളെല്ലാവരും ഒരു മാനേജ് ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണിത്. ലോ സോഡിയം, കലോറി റെസ്ട്രിക്റ്റഡ് ആൻഡ് ഫാറ്റ് കൺട്രോൾഡ്. കിഡ്നി സ്റ്റോൺസ്, ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്, കാൽസ്യം കൺട്രോൾഡ്, ലോ ഓക്സലേറ്റ്. കിഡ്നി സ്റ്റോൺ ആകുമ്പോൾ എന്താണ്, ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ആ ഒരു സ്റ്റോൺ അലിഞ്ഞു പോകാൻ നമുക്ക് പലപ്പോഴും പരിചയമുണ്ട്. ഫ്ലൂയിഡ് ധാരാളം കുടിക്കാൻ പറയും, പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ. കാൽസ്യം കൺട്രോൾ ആയിരിക്കണം, കാരണം കാൽസ്യം സ്റ്റോൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓക്സലേറ്റ്, ലോ ഓക്സലേറ്റ് ആയിരിക്കും. ലോ ഓക്സലേറ്റ് സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്സലേറ്റിന്റെ അളവ് കുറച്ച് കഴിക്കണം. അതായത് ഈ പീനട്സ്, നട്ട്സ് പോലെയുള്ള സംഭവങ്ങൾ ഒക്കെ കുറച്ചാണ് നമ്മൾ കഴിക്കേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. നെഫ്രോട്ടിക് സിൻഡ്രം, സോഡിയം റെസ്ട്രിക്റ്റഡ്, ഹൈ കലോറി ഹൈ പ്രോട്ടീൻ, പൊട്ടാസ്യം റെസ്ട്രിക്റ്റഡ്. അപ്പൊ സോഡിയം പൊട്ടാസ്യം റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഡയറ്റാണ് നെഫ്രോട്ടിക് സിൻഡ്രം. സാധാരണ എഡിമ ഉണ്ടാവും, എഡിമ കുറയ്ക്കാൻ വേണ്ടിയാണ്. സോഡിയം പൊട്ടാസ്യം റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഹൈ കലോറി ഹൈ പ്രോട്ടീൻ, ഹൈ കലോറി ഹൈ പ്രോട്ടീൻ ആണ് നെഫ്രോട്ടിക് സിൻഡ്രം. സോഡിയം പൊട്ടാസ്യം റെസ്ട്രിക്ഷൻ ആണ്. ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനും വരുന്നുണ്ട്. ഒബേസിറ്റി, ഓവർ വെയിറ്റ്, കലോറി റെസ്ട്രിക്ട് ചെയ്യണം. ഹൈ ഫൈബർ ഡയറ്റ്, ഇവിടെ ഹൈ ഫൈബർ എന്നാണ്. ഹൈ ഫൈബർ ഡയറ്റ്, ഒബേസിറ്റി, ഓവർ വെയിറ്റ്, കലോറി റെസ്ട്രിക്റ്റഡ്. പാൻക്രിയാറ്റൈറ്റിസ്, ലോ ഫാറ്റ്, റെഗുലർ സ്മോൾ ഫ്രീക്വന്റ് ഫീഡിങ്സ്, ട്യൂബ് ഫീഡിങ്സ് ഓർ ടോട്ടൽ പാരന്ററൽ ന്യൂട്രീഷൻ. പാൻക്രിയാറ്റൈറ്റിസിൽ ലോ ഫാറ്റ്, റെഗുലർ ഡയറ്റ്, സ്മോൾ ഫ്രീക്വന്റ് ഫീഡിങ്സ്, ട്യൂബ് ഫീഡിംഗ് ഓർ ടോട്ടൽ പാരന്ററൽ ന്യൂട്രീഷൻ. സാധാരണ ഡീഹൈഡ്രേറ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് പേഷ്യന്റ് പാൻക്രിയാറ്റൈറ്റിസിൽ, അതുകൊണ്ടാണ്. പെപ്റ്റിക് അൾസർ ബ്ലാൻഡ് ഡയറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ബ്ലാൻഡ് ഡയറ്റിൽ സ്പൈസി കണ്ടന്റ് വളരെ കുറഞ്ഞ ഡയറ്റ് ആണ് ബ്ലാൻഡ് ഡയറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ, സർജറി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു പനി വന്നാലൊക്കെ കഴിക്കുന്നതാണ് ബ്ലാൻഡ് ഡയറ്റ്. പെപ്റ്റിക് അൾസറിന്റെ ഡയറ്റ് ആണ് ബ്ലാൻഡ് ഡയറ്റ്. പെർനിഷ്യസ് അനീമിയ, ഇൻക്രീസ് വിറ്റാമിൻ B12. പെർനിഷ്യസ് അനീമിയയിൽ വിറ്റാമിൻ B12ന്റെ അളവ് കൂട്ടി കൊടുക്കണം. കൊബാലമീൻ എന്നാണ് അതർ നെയിം. വിറ്റാമിൻ B12ന്റെ മറ്റൊരു പേരാണ് കൊബാലമീൻ. പെർനിഷ്യസ് അനീമിയയിൽ വിറ്റാമിൻ B12 നന്നായിട്ട് കൂട്ടി കൊടുക്കണം. ഈ വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്നതാണ് ഹൈ എമൗണ്ട് ഓഫ് ഓൺ ഷെൽ ഫിഷ്, ബീഫ് ലിവർ ആൻഡ് ഫിഷ്. ഷെൽ ഫിഷിലും ബീഫ് ലിവറിലും ഫിഷിലും വിറ്റാമിൻ B12 ധാരാളം ഉണ്ട്. പെർനിഷ്യസ് അനീമിയയിൽ എന്താണ്, ധാരാളമായിട്ട് ഷെൽ ഫിഷ്, ബീഫ് ലിവർ, ഫിഷ് ഒക്കെ കഴിക്കണം. സിക്കിൾ സെൽ അനീമിയ, ഇൻക്രീസ് ഫ്ലൂയിഡ്സ് ടു മെയിൻറ്റെയിൻ ഹൈഡ്രേഷൻ സിൻസ് സിക്ലിംഗ് ഇൻക്രീസസ് വെൻ പേഷ്യന്റ് ബിക്കം ഡിഹൈഡ്രേറ്റഡ്. സിക്കിൾ സെൽ അനീമിയ നമുക്കറിയാം, പേഷ്യന്റ് നന്നായിട്ട് ഡീഹൈഡ്രേഷൻ ആവും. അപ്പോൾ ഫ്ലൂയിഡ് കണ്ടന്റ് നന്നായിട്ട് കൊടുക്കണം. ഓറൽ ഫ്ലൂയിഡ് നന്നായിട്ട് കൊടുക്കണം.
ഓറൽ ഫ്ലൂയിഡ് നമുക്ക് കഴിയില്ല, പേഷ്യൻ്റ് സിക്ക് ആണെങ്കിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് IV ഫ്ലൂയിഡ് കൊടുക്കണം. നെക്സ്റ്റ് സ്ലൈഡ്, സ്ട്രോക്ക്, മെക്കാനിക്കൽ, സോഫ്റ്റ്, റെഗുലർ ഓർ ട്യൂബ് ഫീഡിങ്. സ്ട്രോക്കിൽ എന്താണ്? മെക്കാനിക്കൽ, സോഫ്റ്റ്, റെഗുലർ, ട്യൂബ് ഫീഡിങ്. സ്ട്രോക്കിൽ പേഷ്യന്റിന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണെങ്കിൽ എണീറ്റിരുന്ന് സോഫ്റ്റ് ഡയറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ട്യൂബ് ഫീഡിങ് വേണ്ടി വരും. അണ്ടർ വെയ്റ്റിൽ ഹൈ കലോറി ഹൈ പ്രോട്ടീൻ. അപ്പൊ നമുക്കറിയാം അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ, മരാസ്മസ് ഉള്ള കുട്ടികളിൽ ഹൈ കലോറി ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കണം. വോമിറ്റിംഗ്, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ്. വോമിറ്റിംഗിൽ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട എക്സാമിന് നേരത്തെ ചോദിച്ച ഇമ്പോർട്ടന്റ് ഡയറ്റ് ആൻഡ് ഡിസീസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.